ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ ആദ്യം പെയ്തിരിക്കുന്നു. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നല്ല മഴക്കാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല മഴ തന്നെ പെയ്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പെട്ടക മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മഴ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയമൊക്കെ അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾ നേരത്തെ തന്നെ അവർ ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കസേരയും അതേപോലെ തന്നെ ആർച്ചും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ട്, അപ്പോൾ നമ്മുടെ അകത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിനേക്കാൾ എളുപ്പം കുറേശ്ശെയായിട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാത്റൂമൊക്കെ 2 ദിവസം മുന്നേ തന്നെ ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അകത്തുള്ള എല്ലാം കഴിഞ്ഞു. ഇനി പുറത്തേക്കാണ്. അപ്പോൾ മോൾക്ക് ഇന്ന് സ്കൂളും ഉണ്ട്. അപ്പോൾ അവൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് മതി, എനിക്ക് ചോറ് വേണ്ടാന്ന്. അപ്പോൾ പിന്നെ ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് അവൾക്ക് കൊടുത്തയക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മധുരം ഇടാതെ തന്നെ ഒരു ഗ്ലാസ് വെറും ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ലേശം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം സ്കൂളിലേക്ക് മോൾക്ക് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ദോശയിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ദോശയൊക്കെ കലക്കിയിട്ട് ഞാൻ ദോശ ചുടാനായിട്ട് തുടങ്ങിയിട്ട്, അപ്പോൾ ആ ദോശ ചുടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചട്നിക്കുള്ള തേങ്ങ അരക്കലും ചട്നി ഉണ്ടാക്കലും ഒക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ദോശ ആകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ്. അരിപ്പൊടിയിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കിയിട്ട് തന്നെ കലക്കിയെടുക്കുക കേട്ടോ. പല വ്ളോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലവർക്കൊക്കെ അറിയാം, ചിലവർക്ക് ഇത് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ല നൈസായിട്ടുള്ള ദോശ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇഡ്ഡലി അതേപോലെ വെള്ളപ്പം പിന്നെ അതേപോലെ പത്തിരി പുട്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പമാണ്. മറ്റുള്ള പണികളും ഇതിൻ്റെ ഇടയിൽ തന്നെ ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി ദോശ അങ്ങനെ ഒരുവിധം ദോശയൊക്കെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇന്ന് ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.